ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന വെറും 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ശരിക്കും കഴിക്കാൻ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇത്തിരി മാത്രം ഉപ്പ്, കൂടുതൽ ഉപയോഗിക്കരുത്, 2 പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നോക്കുക. ബ്രെഡ് ചേർത്ത് കൊടുത്ത പാടെ തന്നെ നമ്മൾ ബ്രെഡ് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ബ്രെഡ് നല്ലതുപോലെ ഇതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. അതില്ലെങ്കിൽ മുട്ട പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. ഇനി മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. മുട്ട ഓംലെറ്റ് പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ. അപ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ ഭാഗമൊക്കെ ജസ്റ്റ് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് മുകൾ ഭാഗത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് സാൻഡ്വിച്ചിൽ ഉപയോഗിക്കുന്ന ചീസ്, ഏതെങ്കിലും ചീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ശരിക്കും ഇതാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് വെതറി കൊടുക്കാം. അത് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒന്നങ്ങ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു കാര്യം കൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ പാനിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി പഞ്ചസാര വെതറി കൊടുത്ത് പഞ്ചസാര ഒന്ന് ഉരുക്കി വരുമ്പോൾ വീണ്ടും നമ്മുടെ ഈ സാൻഡ്വിച്ച് ഒന്ന് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അതിനകത്ത് കോട്ട് ചെയ്തെടുക്കുക. അപ്പം മധുരം ചെറുതായിട്ട് 2 സൈഡിലും വരുന്ന രീതിയിൽ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ 2 മിനിറ്റിലൊക്കെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. ശരിക്കും ചെറിയൊരു പീസ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ശരിക്കും വയറ് നിറയുന്നൊക്കെ പറയില്ലേ, കാരണം മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് ചീസ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.